ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം എന്ന കാര്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനും സഹായിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആർജിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടരാം. Okay, the first focus in life should be your physical strength. അപ്പോൾ നിങ്ങളുടെ ശാരീരിക ക്ഷമത അതായിരിക്കണം, ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഫോക്കസ്. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് നമുക്ക് പരിചയപ്പെടാം. എല്ലാ ദിവസവും നന്നായി എക്സസൈസ് ചെയ്യുക. എങ്ങനെ സെന്റൻസിൽ പറയും? ഡു ഫിസിക്കൽ exercise every day. Do physical exercise every day. എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുക. അപ്പൊ ഇനി നല്ലതും സമീകൃതവുമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നങ്ങനെ പറയും. Eat good and balanced diet. Eat good and balanced diet. അടുത്തത് ടെൻഷൻ ഒന്നും ഇല്ലാതിരിക്കുക. Be tension free. Be tension free. എപ്പോഴും നമുക്ക് ഒരു ടെൻഷനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ആരോഗ്യം നന്നായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ബി ടെൻഷൻ ഫ്രീ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, നല്ല ഉറക്കം കിട്ടുക. അപ്പൊ നന്നായി ഉറങ്ങുക. എങ്ങനെ പറയും? സ്ലീപ്പ് വെൽ. സ്ലീപ്പ് വെൽ. നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് എപ്പോഴും നമ്മുടെ മെന്റൽ വെൽനെസ്, അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള നല്ല ഒരു അവസ്ഥ, മെന്റൽ വെൽനെസ് അതായിരിക്കണം. അപ്പൊ മെന്റൽ വെൽനെസ്സിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കും. എങ്ങനെ പറയും? ബി താങ്ക്ഫുൾ ടു ഓൾ. ബി താങ്ക്ഫുൾ ടു ഓൾ. എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും നല്ല ആക്റ്റീവും എനർജറ്റിക്കും ആയിരിക്കുക. എങ്ങനെ പറയും? ബി ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്. ബി ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു മനസാന്നിധ്യത്തോടു കൂടി എപ്പോഴും ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അതായത് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ന് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസാന്നിധ്യം, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? മൈൻഡ്ഫുൾനെസ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിയുക, സ്കിൽസ്. നമ്മൾ പുതിയ കഴിവുകളൊക്കെ നമ്മളിലുള്ളത് കണ്ടെത്തി എടുക്കുക. അപ്പൊ പ്രാക്ടീസ് ന്യൂ സ്കിൽസ്. പ്രാക്ടീസ് ന്യൂ സ്കിൽസ്. ജീവിതം വെറുതെ ഇങ്ങനെ ഒഴുകി പോയാൽ മതിയാ. അപ്പൊ ജീവിതത്തിൽ നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ വേണം. അപ്പൊ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ എങ്ങനെ പറയും? ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ സെറ്റ് ഗോൾസ്. ലക്ഷ്യങ്ങൾ ഇൻ ലൈഫ്. സെറ്റ് ഗോൾസ് ഇൻ ലൈഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മെന്റൽ വെൽനെസ്, മാനസികമായിട്ടുള്ള ഒരു സുസ്ഥിതി കിട്ടും. മൂന്നാമത്തെ ഫോക്കസ് ആണ് യുവർ ഫിനാൻസ്. നിങ്ങളുടെ സമ്പത്ത്. നിങ്ങൾക്ക് എന്താണ് സമ്പത്തുള്ളത്, ആ സമ്പത്ത്, അതാണ് നിങ്ങളുടെ അടുത്ത ഫോക്കസ്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ പറയും? സെറ്റ് ഫിനാൻഷ്യൽ, അല്ലെ? ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള. സെറ്റ് ഫിനാൻഷ്യൽ ഗോൾസ്. സെറ്റ് ഫിനാൻഷ്യൽ ഗോൾസ്. അടുത്തത് സമ്പത്ത് സേവ് ചെയ്യുക. നമുക്കുള്ള പണം കുറച്ച് സേവ് ചെയ്യുക. എങ്ങനെ പറയും? സേവ് യുവർ മണി, അല്ലെ? സേവ് യുവർ മണി. ഇനി അടുത്തത് എന്താണ്? ചിലവ് കുറയ്ക്കുക. അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക. കട്ട് ഓഫ് ദി അൺനെസസറി എക്സ്പെൻസസ്. കട്ട് ഓഫ് ദി അൺനെസസറി എക്സ്പെൻസസ്. ഇനി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട്, അത് ഇപ്പൊ ബഡ്ജറ്റ് നമുക്കറിയാമല്ലോ, വരവ് ചെലവ് എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നതാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പൈസ ചെലവാക്കുമ്പോഴേക്കും കൂടുതൽ ആവശ്യങ്ങളുള്ളതിന് കൂടുതൽ പൈസ ചെലവാക്കുക. അതായത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണതിനാണ് ബഡ്ജറ്റ് തയ്യാറാക്കുക. അപ്പോൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നെങ്ങനെ പറയും? പ്രിപ്പയർ എ ബഡ്ജറ്റ്. എന്നിട്ട് അതിനനുസരിച്ച് പോവുക. സ്റ്റിക്ക്
ടു ഇറ്റ്. അതിനനുസരിച്ച് പോവാതെ ബഡ്ജറ്റ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ചിലവാക്കിക്കൊണ്ട് പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർ എ ബഡ്ജറ്റ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പൈസ വേണം. അപ്പൊ സെറ്റ് അപ്പാർട്ട് ആൻ എമർജൻസി ഫണ്ട്. ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെക്കുക. സെറ്റ് അപ്പാർട്ട്, നമ്മൾ സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ സെറ്റ് അപ്പാർട്ട് ആൻ എമർജൻസി ഫണ്ട്. സെറ്റ് അപ്പാർട്ട് ആൻ എമർജൻസി ഫണ്ട്. കടങ്ങൾ കൊടുക്കുക. കടങ്ങൾ കൊടുക്കുക എന്നല്ല, കടങ്ങൾ വീട്ടുക. കടങ്ങൾ വീട്ടുക എന്നെങ്ങനെ പറയും? പേ ഓഫ്. പേ ഓഫ് എന്ന് വെച്ചാൽ വീട്ടുക. പേ ഓഫ് ഡെറ്റ്സ്, കടങ്ങൾ. പേ ഓഫ് ഡെറ്റ്സ്, കടങ്ങൾ വീട്ടുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോക്കസ് ഇവിടെ സെറ്റായി. ഇനി അടുത്ത് വരുന്ന ഒരു ഫോക്കസ് ഏതാണ്? യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഓരോരോ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. ഓരോരോ കാര്യങ്ങൾ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായിരിക്കണം നിങ്ങളുടെ അടുത്ത ഫോക്കസ്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് റിഫ്ലക്റ്റ്. റിഫ്ലക്റ്റ് ഓൺ യുവർ ലൈഫ്. റിഫ്ലക്റ്റ് ഓൺ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതായത് എൻ്റെ ജീവിതം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങി വൈകുന്നേരം വരെ നമുക്ക് എന്തുമാത്രം അനുഭവങ്ങൾ, എത്രമാത്രം നല്ല കാര്യങ്ങളാണ്. there are so many good things that happen in our life. we have to count them all. കൗണ്ട് ചെയ്യണം ഓരോന്നും. ഓരോ കാര്യങ്ങളും നമ്മൾ കൗണ്ട് ചെയ്യുക. ആൻഡ് ബി താങ്ക്ഫുൾ അല്ലെ. ഇനി അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സെന്റൻസുകൾ നോക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് എന്താണ്? റിഫ്ലക്റ്റ് ഓൺ യുവർ ലൈഫ്. ബി താങ്ക്ഫുൾ ആൻഡ് എക്സ്പ്രസ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളോടൊക്കെ നമ്മൾ എന്തായിരിക്കണം? താങ്ക്ഫുൾ ആയിരിക്കണം. താങ്ക്ഫുൾ എന്ന് വെച്ചാൽ നന്ദിയുള്ളവരായിരിക്കും. താങ്ക്ഫുൾ. അപ്പോൾ ആ താങ്ക്ഫുൾ, നന്ദി എന്ന് പറയുമ്പോഴേക്കും താങ്ക്ഫുൾനെസ്. താങ്ക്ഫുൾ ആൻഡ് താങ്ക്ഫുൾനെസ്. അപ്പൊ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. പിന്നെ എന്ത് ചെയ്യണം? നന്ദി മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ മതിയാ, നമ്മളത് പ്രകടിപ്പിക്കണം. അപ്പൊ എങ്ങനെ പ്രകടിപ്പിക്കുക എന്നുള്ള വാക്കായതാണ് എക്സ്പ്രസ്. ബി താങ്ക്ഫുൾ ആൻഡ് എക്സ്പ്രസ് ഇറ്റ്. അപ്പൊ നമ്മുടെ നന്ദി പ്രകടിപ്പിക്കുക. അടുത്തൊരു കാര്യം എന്താണ്? നമ്മുടെ സമയവും കഴിവുകളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ പറയും, സെറ്റ് അപ്പാർട്ട് യുവർ ടൈം ആൻഡ് സ്കിൽസ് ടു ഹെൽപ്പ് അതേഴ്സ്. സെറ്റ് അപ്പാർട്ട് യുവർ ടൈം ആൻഡ് സ്കിൽസ് ടു ഹെൽപ്പ് അതേഴ്സ്. സെറ്റ് അപ്പാർട്ട് യുവർ ടൈം ആൻഡ് സ്കിൽസിന് വരെ എബിലിറ്റീസ് എന്ന് പറയാം അല്ലെ. എബിലിറ്റീസ് ടു ഹെൽപ്പ് അതേഴ്സ്. ഫോക്കസ് എന്താണെന്നറിയാമോ? ലിവിങ് ഇൻ ദ പ്രസന്റ്. ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോഴുള്ള പ്രസന്റ്, വർത്തമാന കാലത്തിൽ ജീവിക്കുക. പാസ്റ്റിൽ ജീവിക്കരുത്, ഫ്യൂച്ചറിലും ജീവിക്കരുത്. ഇപ്പോഴുള്ള പ്രസന്റിൽ ലിവിങ് ഇൻ ദ പ്രസന്റ്. അപ്പൊ ലിവിങ് ഇൻ ദ പ്രസന്റിന്റെ സെന്റൻസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിന് എന്ത് പറയും? ബ്രത്ത്. ബ്രത്ത് എന്ന് പറയല്ലേ, ശ്വാസം. അപ്പൊ നിങ്ങളുടെ ബ്രത്തിൽ, നിങ്ങൾ ശ്വാസം എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എങ്ങനെ പറയും? ഫോക്കസ് ഓൺ യുവർ ബ്രത്ത്. ശ്വാസം എടുക്കുന്നതിലൂടെ. അപ്പൊ നമ്മുടെ ശ്വാസം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതിൽ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ബ്രത്ത്, ഒന്നാമത്തെ കാര്യം. ഇനി ലിവിങ് ഇൻ ദ പ്രസന്റ്, അതിനു വേണ്ട അടുത്തൊരു കാര്യമാണ് എന്ത്? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക എന്നെങ്ങനെ സെന്റൻസ് പറയും? പ്രാക്ടീസ് മെഡിറ്റേഷൻ. ദിവസവും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ പറയും? പ്രാക്ടീസ് മെഡിറ്റേഷൻ ഡെയിലി. ഇനി മെഡിറ്റേഷൻ തന്നെ പല രീതിയിലുണ്ടല്ലേ. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബോഡി ഫുള്ളും സ്കാൻ ചെയ്തുള്ളൊരു മെഡിറ്റേഷൻ. അതായത് ആ മെഡിറ്റേഷനെ പറയുന്നത് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. അതായത് നമ്മുടെ തല തുടങ്ങി നമ്മുടെ പാദം വരെയുള്ള എല്ലാ പാർട്സും നമ്മൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും. അതായത് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ അവെയർ ആകുന്നതിന് വേണ്ടിയാണ്. നമ്മളെ കുറിച്ച് നമ്മൾ അവെയർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പ്രസന്റിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്ന മെഡിറ്റേഷൻ ആണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. The purpose of body scan meditation is always to be aware of the present.
അതായത് ഇപ്പോഴുള്ള കാലത്തെക്കുറിച്ച്, കഴിഞ്ഞ കാലത്തെയും വരാനിരിക്കുന്ന കാര്യത്തെയും അല്ല, ഇപ്പോഴുള്ള കാലത്തെക്കുറിച്ച് അവെയർ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു മീൻസ് ആണ് എന്ത്? യെസ്, ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ഒരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ ഡ്രിങ്കിങ്, മൈൻഡ്ഫുൾ ലിസണിങ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവണം. അപ്പൊ ആ മനോഭാവത്തിന് പറയുന്നതാണ് ലിസണിങ് കപ്പാസിറ്റി, അല്ലെ? അപ്പൊ മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നു, കേൾക്കുന്നു, പക്ഷേ മൈൻഡോട് കൂടിയല്ല, ഇവിടെ സ്ഥലകാല ബോധവും ഇല്ലാതെ അബോധാവസ്ഥയിൽ കേൾക്കുകയാണെങ്കിൽ അത് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് മൈൻഡ്ഫുൾ ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധാപൂർവം മറ്റുള്ളവരെ കേൾക്കണം എന്നുള്ളതിന് നമുക്ക് ഉപയോഗിക്കാം. യു ഹാവ് ടു ലിസൺ to others mindfully. Mindful listening is very important. Okay, next thing is this one, mindful observation. What is observation? Observation is something that we are doing with our interest and with a focus. അല്ലെ, നമ്മളൊരു ഫോക്കസോട് കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ നോക്കി നിരീക്ഷിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നിരീക്ഷണത്തിൽ മൈൻഡ് കൂടി ഉൾപ്പെടുത്തിയാണെങ്കിൽ അതിന് കൂടുതൽ സക്സസ് ഉണ്ടാവും, അല്ലെ? അപ്പോൾ ദോസ് സ്റ്റുഡൻസ് ഹു വാണ്ട്സ് ടു ലേൺ മോർ തിങ്സ് ഷുഡ് ഒബ്സർവ് ദ തിങ്സ് മൈൻഡ്ഫുള്ളി. ഓക്കെ, അപ്പോൾ മൈൻഡ്ഫുൾ ഒബ്സർവേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ അവർ ലൈഫ്. ഏറ്റവും ആദ്യമായിട്ടും വേണ്ടതും ഏറ്റവും അവസാനമായിട്ട് നമ്മളിവിടെ പറയുന്നതുമായിട്ടുള്ള ഒരു ഫോക്കസ് ആണ് എന്ത്? Focus on being a better you. Being a better you. അപ്പോൾ നിങ്ങളായിരിക്കുക, നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു നിങ്ങളായിരിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ബെറ്റർ യു ആകുന്നതിന് കുറെ സ്റ്റെപ്സ് ഉണ്ട്, അല്ലെ? ആ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് സ്വയ അവബോധം ഉണ്ടാകുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? self-awareness. Self-awareness. We know the means, different steps. How to be self-aware. എങ്ങനെയാണ് സെൽഫ് അവെയർ ആകുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റെപ്സ് ഒക്കെ നമുക്കറിയാം. ഏത് രീതിയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ സെൽഫ് അവെയർ ആകുന്നുള്ളത്. ഓക്കെ, that we have to practice if we want to be better you. The next thing is this one. We have to set goals. ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. We have to set several goals. The thing is this one. നമ്മൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? We have to build strong relationships. Strong relationships with others. മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. That's very important to be you. നമ്മുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാവും, തളർച്ചയുണ്ടാവും. രണ്ടു ഘട്ടങ്ങളെയും ഒരേപോലെ നമ്മൾ സ്വീകരിക്കണം. അതായത് നമുക്കുള്ള കഴിവുകളും നമ്മൾക്കുള്ള കുറവുകളും എല്ലാം അംഗീകരിച്ചു പോകുന്നവർക്ക് മാത്രമേ ബെറ്റർ യു ആകാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? സോ വി ഹാവ് ടു അക്സെപ്റ്റ് ഓൾ, even if it is good or bad, we have to accept this is our life and we want to be better you, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കുക. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.